തേരെ മേരെ ബീച്ച് മേ. കഥ സലിൻ മാങ്കുഴി. അവതരണം രശ്മി രാമചന്ദ്രൻ. ആഹ്ലാദം നിറഞ്ഞ കുടുംബങ്ങളെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ്. എന്നാൽ അശാന്തമായ കുടുംബങ്ങൾ ഓരോന്നും ഓരോ രീതിയിലാണ്. ലിയോ ടോൾസ്റ്റോയ്. അന്ന കരേനീന. നീണ്ട ഇടനാഴി അവസാനിക്കുന്ന ഇടത്തെ സ്റ്റീൽ കസേരയിൽ രേഖ ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. നിരയായിട്ട കസേരകളിൽ 7-8 പേർ ഇരുന്നുറങ്ങുന്നു. ചിലർ ചുവരോട് ചേർന്ന് നിലത്ത് കിടന്നുറങ്ങുന്നു. പാതിരാത്രി കഴിഞ്ഞിട്ടും ഉറക്കം വരാത്തതിലല്ല, താൻ ഇനിയും ഇവിടെ ഇരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് അവളെ ചിന്താക്കുഴപ്പത്തിലാക്കിയത്. രാവിലെ അനിലിന്റെ അനുജനും ചേച്ചിയുടെ ഭർത്താവും എത്തും. തന്റെയും അനിലിന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അമ്മുവിനൊഴികെ മറ്റാർക്കും അറിയില്ല. എല്ലാം കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ അറിയിച്ചാൽ മതിയെന്ന് താനാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു. പക്ഷേ ഒന്നും ആരെയും അറിയിക്കാനുള്ള സാവകാശം കിട്ടിയില്ല. തലേന്ന് ടൈപ്പ് ചെയ്തു വെച്ച മെസ്സേജ് രാത്രി ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ട് ഫോണും ഓഫ് ചെയ്ത് ഒന്ന് ചുറ്റിക്കറങ്ങണമെന്നും സുഖമായി ഉറങ്ങണമെന്നും കരുതിയ രാത്രിയാണ് താൻ ഇങ്ങനെ കാത്തിരുന്ന് കടത്തിവിടുന്നത്. കോടതിയിൽ നിന്നിറങ്ങി കാർ ഓടിച്ചു പോകുമ്പോഴാണ് അനിൽ അപകടത്തിൽപ്പെട്ടത്. പഴയൊരു സിനിമാ പാട്ട് ആവർത്തിച്ചു കേട്ടുകൊണ്ട് രേഖ കടൽക്കരയിലേക്ക് ഡ്രൈവ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവളുടെ മനസ്സ് കുട്ടിക്കാലത്തേതെന്ന പോലെ ഭാരശൂന്യമായിരുന്നു. ഓർമ്മകൾ പിന്നിലേക്ക് പറന്നു. ഭൂതകാലത്തിന്റെ മഴ തണുപ്പുള്ള കുളിര് അവളെ പുണർന്നു. കുളിരിനും പാട്ടിനും മുകളിൽ ഫോൺ ചിലച്ചു. അനിലിന്റെ ഫോണിൽ നിന്ന് ആരോ വിളിച്ച് അപകട വിവരം പറഞ്ഞപ്പോൾ അവൾ വർത്തമാന കാലത്തിലേക്ക് തെറിച്ചു വീണു. വൈഫ് എന്നാണ് അനിൽ ഫോണിൽ അവളെ സേവ് ചെയ്തിരുന്നത്. വിവാഹം കഴിഞ്ഞ നാളുകളിലൊന്നിൽ അനിലാണ് ഫോണിൽ പരസ്പരം പേര് സേവ് ചെയ്യേണ്ടതെങ്ങനെ എന്ന് പറഞ്ഞത്. പെട്ടെന്ന് അപരിചിതരുടെ ഇടയിൽ തലചുറ്റി വീണാൽ ചിലപ്പോൾ ആരെങ്കിലും ഫോൺ തപ്പിയെടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ വൈഫ് എന്നോ ഹസ്ബൻഡ് എന്നോ കണ്ണിൽപ്പെട്ടാൽ വിളിച്ച് വിവരമറിയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അപരിചിതമായ വലിയ നഗരങ്ങളിൽ ഒറ്റപ്പെട്ട് താമസിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ചില ടിപ്സുകൾ പറഞ്ഞു. കടൽക്കര ലക്ഷ്യമാക്കി പതിഞ്ഞ താളത്തിൽ ഓടിക്കൊണ്ടിരുന്ന അവളുടെ കാർ എതിർദിശയിലുള്ള ഹോസ്പിറ്റലിലേക്ക് ഓടി. മ്യൂസിക് സിസ്റ്റം വിഷാദത്തോടെ ഒച്ച താഴ്ത്തി. പുലർച്ചെ അവരെത്തിയാലുടൻ വിവരങ്ങളെല്ലാം പറയണം, അവൾ ഉറപ്പിച്ചു. പക്ഷെ ഈ അവസ്ഥയിൽ എങ്ങനെ അത് പറയും? അവൾ സംശയിച്ചു. പറയാനുള്ളത് പറയാത്തതാ അമ്മയുടെ പ്രശ്നമെന്ന് അമ്മ പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുള്ളത് അവൾ ഓർത്തു. നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. ഒരു ജോയിന്റ് പെറ്റീഷൻ കൊടുക്ക് പ്ലീസ്. ഇനിയുള്ള കാലമെങ്കിലും രണ്ടാളും സന്തോഷത്തോടെ ജീവിക്ക്. അനിലിനും രേഖയ്ക്കും മകൾ അമ്മു ജീവിതത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തു. എന്നെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ഒത്തുപോകാൻ കഴിയാത്ത 2 പേരിങ്ങനെ ഒരു ഫ്ലാറ്റിൽ ഒരുമിച്ച് കഴിയുന്നതില എന്റെ ടെൻഷൻ. 2 ആൾക്കും നല്ല ജോലിയും ഇൻകവും ഉണ്ട്. ഹോസ്റ്റലിൽ ഞാൻ ഡബിൾ ഓക്കെയാ. കോഴ്സ് കഴിഞ്ഞാൽ എന്റെ വഴി ഞാൻ നോക്കിക്കോളാം. നിലത്ത് കിടന്നുറങ്ങിയ ഒരു മധ്യവയസ്കൻ എഴുന്നേറ്റിരുന്ന് മുടി ഒതുക്കി ഷർട്ട് നേരെ പിടിച്ചിട്ട് കൈകൾ മുകളിലേക്ക് പിണച്ചുയർത്തി ഉറക്കം തീർന്നെന്ന് കോട്ടുവായിട്ടു. രേഖ മൊബൈലിൽ സമയം നോക്കി. മൊബൈലിന്റെ പ്രകാശം അവളുടെ മുഖത്ത് പതിഞ്ഞപ്പോൾ അയാളുടെ നോട്ടം അവളിലേക്കായി. അയാൾ കണ്ണെടുക്കാതെ തന്നെ ഒഴിയുകയാണെന്ന് മുഖം കുനിച്ചിരുന്നിട്ടും അവൾക്ക് മനസ്സിലായി. അവൾ അയാളെ ശ്രദ്ധിച്ചു. അയാളുടെ കണ്ണുകൾ വിടർന്നു. മുഖത്ത് വഷളൻ ചിരി പരന്നു. അവൾ അയാളെ രൂക്ഷമായി കണ്ണെടുക്കാതെ നോക്കി. അയാൾ മെല്ലെ കണ്ണുകൾ പിൻവലിക്കുകയും മഞ്ഞിച്ച മുഖം താഴ്ത്തുകയും ചെയ്തു. രേഖയ്ക്ക് പുച്ഛം തോന്നി. അവനെ വിളിക്കാൻ പറ്റിയൊരു ചീത്ത നാവിൽ പുളച്ചു. കാർ ഓടിക്കുമ്പോൾ കുറുകെ ആരെങ്കിലും വെട്ടിത്തിരിഞ്ഞ് കയറുകയോ ഇഷ്ടമില്ലാത്തവരുടെ ഫോൺ കോൾ വരികയോ ചെയ്യുമ്പോഴൊക്കെ അനില ചീത്ത പറയുന്നത് വിവാഹം കഴിഞ്ഞ നാൾ മുതൽക്കേ രേഖ കേട്ടിട്ടുണ്ട്. ആ നാളുകളിലൊന്നിലെ ഒരു വൈകിയ രാത്രിയിൽ അവൾ അവനോടൊപ്പം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ക്രിക്കറ്റ് കളിയിൽ ത്രില്ലടിച്ചിരുന്നപ്പോൾ നല്ലൊരു ക്യാച്ച് ഇന്ത്യ നഷ്ടമാക്കിയത് കണ്ട രേഖ ആദ്യമായി ഉറക്കെ ആ ചീത്ത വിളിച്ചിട്ട് പേപ്പർ ചുരുട്ടി
ടിവിക്ക് നേരെ എറിഞ്ഞു. അതിനു മുമ്പ് ഒരിക്കലും അവൾ ചീത്ത വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നീടൊരിക്കൽ അനിലിനെ ഒപ്പമിരുത്തി കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു ബൈക്ക് യാത്രക്കാരൻ വലതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്ത് ഇടത്തേക്ക് വെട്ടിത്തിരിഞ്ഞപ്പോൾ രേഖ ഉറക്ക ചീത്ത വിളിച്ചു. "നീ ചീത്ത വിളി സ്ഥിരമാക്കിയോ?" അനിൽ അസ്വസ്ഥതയോടെ മുറുമുറുത്തു. "അവനെ പിന്നെ മൈരനെന്നല്ലാതെ മഹേശ്വരാന്ന് വിളിക്കണോ?" അവൾ മറുപടിക്കും തുടർ തർക്കങ്ങൾക്കുമായി അവനെ നോക്കി. 1.5 വർഷത്തെ പ്രണയത്തിന് ശേഷമുള്ള ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഓർക്കാൻ അവൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആശുപത്രി വരാന്തയിലെ അസമയത്തിരുന്ന് ചുമ്മാ സ്വന്തം ജീവിതം ഒരു തമാശ പോലെ കുറിക്കാൻ അവൾക്ക് രസം തോന്നി. തനിക്കായി സൃഷ്ടിക്കപ്പെട്ട ഈ അസാധാരണ രാത്രി അവസാനിക്കാൻ ഇനി കുറച്ചു മണിക്കൂറുകൾ കൂടിയേ ബാക്കിയുള്ളൂ. ദാമ്പത്യ ജീവിതത്തിലെ ദീർഘവും അരസകവുമായ ചാപ്റ്ററുകൾ പുനർവായനയ്ക്കെടുക്കില്ലെന്ന തീരുമാനം അവൾ തൽക്കാലത്തേക്ക് റദ്ദു ചെയ്തു. തുറിച്ചു നോക്കിയവൻ ചുവരിൽ ചാരിയിരുന്ന് മൊബൈൽ നോക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് പാളി നോക്കുന്നുണ്ട്. മൊബൈൽ സ്ക്രീൻ വിരൽ കൊണ്ട് തെന്നി മാറ്റുന്നതനുസരിച്ച് അയാളുടെ മുഖത്ത് പ്രകാശം മിന്നിമായുന്നു. "ഹേ പ്രഭു, ഹേ ഹരിരാം കൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദ്, ഈ ക്യാ ഹുവാ?" അയാൾ മൊബൈലിലെ ഏതോ തമാശ കണ്ട് ഉറക്കെ ചിരിച്ചു. അവളെയും രസിപ്പിച്ചിട്ടുള്ള ആ വാചകം കേട്ടപ്പോൾ അയാളെ നോക്കി അവൾ ചിരിച്ചു. ആ ചിരിയിൽ പിടിച്ചെഴുന്നേറ്റ അയാൾ അല്പം കഴിഞ്ഞ് അവളുടെ ഒരു കസേരയ്ക്കപ്പുറം ഇരിപ്പുറപ്പിച്ചിട്ട് ചോദിച്ചു, "ആരാ ഇവിടെ?" "ഒരു ഫ്രണ്ട്." "എന്തു പറ്റി?" "ആക്സിഡന്റ്." "സീരിയസാ?" "ഏയ്, കാലിൽ 2 ഫ്രാക്ചർ, കുറച്ച് മുറിവുണ്ട്." "പ്രായം എത്രയുണ്ട്?" 47. "ഷുഗർ ഉണ്ടോ?" അവൾ ഇല്ലെന്ന് തലയാട്ടി. "തമാശയൊക്കെ വലിയ ഇഷ്ടമാ അല്ലേ?" അയാൾ കള്ളച്ചിരിയോട് ചോദിച്ചു. അവൾ ഗൗരവത്തോടെ നോക്കിയപ്പോൾ അയാളുടെ മുഖത്തെ ചിരി അണഞ്ഞു. "ആരാ ഇവിടെ?" ഗൗരവം വിടാതെ അവൾ ചോദിച്ചു. "ഫാദർ." "എന്തുപറ്റി?" "കിഡ്നി 2 അടിച്ചുപോയി. 2 അറ്റാക്ക് കഴിഞ്ഞതാ. 74 ആയി. ഈ രാത്രി കിടക്കുമോ എന്ന് സംശയമാ. കിടന്നാലും 1-2 ദിവസം കൂടി," അയാൾ പറഞ്ഞു. "ഭഷ്ട്, തന്ത ചാവാൻ കിടക്കുമ്പോഴും പെണ്ണിനെ കണ്ടാൽ കിട്ടുമോ എന്ന് ശ്രമിക്കുന്നതാടാ നിന്റെ ലൈഫിനെ വൃത്തികെട്ട തമാശയാക്കുന്നത്" എന്ന് പറയാൻ തോന്നിയെങ്കിലും അവൾ മറ്റൊന്നാണ് ചോദിച്ചത്. "തമാശ വലിയ ഇഷ്ടമാ അല്ലേ?" ആ ചോദ്യം അയാളെ ഇക്കിളി പിടിപ്പിച്ചു. അവളുടെ മാറിലേക്ക് പാളി നോക്കി കാലുകൾ ഇരുവശത്തേക്കും ചലിപ്പിച്ചിട്ട് അതേന്ന് ചിരിച്ചു. "ഒട്ടും ഉറങ്ങിയില്ല അല്ലേ? ഞാൻ ശ്രദ്ധിച്ചു." അയാൾ ഉന്മേഷവാനായി. ഫാദർ ഇന്നോ നാളെയോ എന്നറിയാതെ മരിക്കാൻ കിടക്കുമ്പോഴും തനിക്കിങ്ങനെ തമാശ ആസ്വദിക്കാനാവുന്നതാ ഏറ്റവും വലിയ തമാശ. "ഹേ ക്യാ ഹുവാ?" അവളത് പറയുകയും ഉറക്കെ ചിരിക്കുകയും ചെയ്തു. ചുറ്റിലും ഇരുന്നവരിൽ പലരും ഞെട്ടിയുണർന്നു. ചിലർ തല പൊക്കി നോക്കി. അവൾ ആയാസപ്പെട്ട് ചിരിയമർത്തി. അയാളുടെ ചിരി മങ്ങി. ചിരിപ്പിക്കാനായി ഓരോരുത്തന്മാര് വന്നോളും. അവൾ അയാളെ നോക്കി മുരണ്ടു. ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ അകത്തു നിന്നും ഒരു നഴ്സ് പുറത്തേക്കിറങ്ങിപ്പോയി. അയാൾ അവർക്ക് പിന്നാലെ ചെന്ന് എന്തോ ചോദിച്ചിട്ട് പഴയ സ്ഥലത്ത് പോയി കിടന്നു. നേരം പുലർന്നു. ഹൈവേയിൽ മുന്നിൽ പോയ ലോറി കാറുകൊണ്ടിടിച്ചെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു. അനിലിന്റെ അളിയൻ അർദ്ധവിരാമമിട്ടു. "ചേച്ചി ഫ്ലാറ്റിൽ പോയി ഒന്നുറങ്ങി ഫ്രഷ് ആയിട്ട് വാ. ഞങ്ങൾ 3 മണി കഴിഞ്ഞേ ഇറങ്ങൂ." അനുജൻ വാച്ചിൽ നോക്കിയിട്ട് പറഞ്ഞു. താനും അനിലും നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയെന്നും കോടതി ഡിവോഴ്സ് അനുവദിച്ചെന്ന് അറിഞ്ഞ ശേഷം പോയപ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടായതെന്നും ഈ അവസ്ഥയിൽ എങ്ങനെ പറയുമെന്നറിയാതെ രേഖ കുഴഞ്ഞു. "ചേട്ടന് മാറാനുള്ള ഡ്രസ്സ് കൂടി എടുക്കണേ," അനുജൻ ഓർമ്മിപ്പിച്ചു. "കുറച്ചു കാലമായി ഞങ്ങൾ 2 താമസിക്കുന്നതെന്നും അനിൽ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ താക്കോൽ എവിടെയാണെന്ന് അറിയില്ലെന്നും പറഞ്ഞ് വിഷയത്തിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചെങ്കിലും അതിനും അവൾക്കായില്ല. "ഞങ്ങൾ അകത്ത് കയറി ഒന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ചേച്ചി പോയിട്ട് വാ," അനുജൻ നിർബന്ധിച്ചു. ഫ്ളാറ്റിൽ ചെന്ന് കുളിച്ച് വസ്ത്രം മാറി പാലൊഴിച്ച് തിളപ്പിച്ച ഓട്സും കഴിച്ചിട്ട് കട്ടിലിനരികിൽ ചാർജ് ചെയ്യാനിട്ട മൊബൈലിൽ അലാറം വെച്ച് രേഖ ഉറങ്ങാൻ കിടന്നു. പുനർവായനയ്ക്കിഷ്ടമില്ലാത്ത ചാപ്റ്ററുകൾ
ഓർമ്മകളുടെ നിശ്വാസമേറ്റ് നിവർന്നു വന്നു. മരങ്ങളും തണുപ്പുമുള്ള ഹൈറേഞ്ച് പാതയിലൂടെ അവളെയും ചേർത്തിരുത്തി ഇടയ്ക്കിടയ്ക്ക് ബൈക്ക് യാത്ര പോകാമെന്ന് പ്രണയിച്ചിരുന്നപ്പോൾ കൊതിപ്പിച്ചിരുന്ന അനിൽ വിവാഹത്തിനു ശേഷം ഒരിക്കൽ പോലും ആ യാത്രയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. തുല്യ സ്കെയിലിലുള്ള കാമുകി കാമുകന്മാരെ ഉയരെയും താഴെയുമുള്ള ഭാര്യ ഭർത്താക്കന്മാരാക്കുന്ന സിസ്റ്റമാണ് വിവാഹമെന്ന് സുഹൃത്തിന്റെ മുന്നിൽ വെച്ച് രേഖ പറഞ്ഞപ്പോൾ ഉറക്ക ചിരിച്ച അനിൽ അയാൾ പോയി കഴിഞ്ഞതിനു ശേഷം അതേക്കുറിച്ച് അലോസരത്തോടെ ചോദിച്ചെങ്കിലും അവൾ അത് ചിരിച്ചു തള്ളി. രേഖ ആദ്യമായി മദ്യപിച്ച ദിവസമായിരുന്നു അന്ന്. അനിലിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന റോണി ആഹാരം കഴിക്കാൻ ഫ്ളാറ്റിൽ വന്ന രാത്രി. ഭാര്യ സ്റ്റേറ്റ്സിൽ, മകൾ ബാംഗ്ലൂരിൽ, ഞാൻ ഇവിടെ. മദ്യം നുണഞ്ഞുകൊണ്ട് റോണി പറഞ്ഞു. താൻ ഭാഗ്യവാനാ. അനിൽ ഉറക്ക ചിരിച്ചു. സ്നാക്സും കുറിച്ച് ഒപ്പമിരുന്ന രേഖയും ചിരിയിൽ പങ്കുചേർന്നു. അനിലിന്റെ പതിവ് വീക്കെൻഡ് മദ്യപാനത്തിലെ അന്നത്തെ അതിഥി. രണ്ടാമത്തെ പെഗ് കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സിൽ വെച്ച് മനഃപ്പാടമാക്കിയ എഴുത്തച്ഛനെ കുടഞ്ഞിട്ടു. പക്ഷികളൊക്കെ പല വഴി വന്നൊരു വൃക്ഷത്തെ ആശ്രയിച്ചൊട്ടുനേരം വസിച്ചൊക്കെ ഓരോ വഴി പിന്നെ പറന്നുപോം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്നടിച്ചാൽ ഈ ഒരു ഇമ്പം കിട്ടില്ല, അനിൽ പറഞ്ഞു. വെള്ളമടിക്കാൻ ഏറ്റവും ബെസ്റ്റ് കമ്പനി സ്വന്തം പെമ്പ്രന്നോരാ. വിമ്മിയോളം നല്ല കമ്പനി എനിക്ക് ജന്മത്ത് വേറെ കിട്ടില്ല. അവൾ ആദ്യത്തെ പെഗ്ഗെടുത്ത് ചിയേഴ്സ് പറഞ്ഞ് ഗ്ലാസ് മുട്ടിക്കുന്നത് തന്നെ ഒരു കലയാ. റോണി ഗ്ലാസ് ഫിനിഷ് ചെയ്തു. ഒരു കമ്പനി കൊടുക്കുന്നേ, റോണി രേഖയോട് പറഞ്ഞു. അവൾ ചിരിച്ചു. ഒരെണ്ണം അടിക്കുന്നോ? ഈയൊരു രസമറിയാതെ എന്ത് സയന്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അനിൽ അവളുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ഒരു പെഗ്ഗൊഴിച്ച് സോഡയും ചേർത്ത് അവൾക്ക് നീട്ടി. റോണി കൈയടിച്ചു. അവൾ ആദ്യം ഒന്ന് രുചിച്ചു. ആ രുചിയും മണവും അവളെ അച്ഛന്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. ശമ്പളം കിട്ടുന്ന ദിവസം ഒരു മദ്യക്കുപ്പിയുമായി അച്ഛൻ വരുന്നതും രാത്രി അടുക്കളയിൽ അമ്മയെ പാചകത്തിന് സഹായിക്കുകയും തമാശ പറയുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നതും അവളുടെ ഓർമ്മയിൽ വന്നു. അവൾക്ക് കരച്ചിൽ വന്നു. ഒറ്റ വലിക്ക് അവൾ മദ്യം കഴിച്ചു. നല്ല കീറാണല്ലോ, റോണി ചിരിച്ചു. അവൾ വലിയ കഷ്ണം ബീഫ് ഫ്രൈ എടുത്ത് ചവച്ചു. റോണി അവളുടെ ഗ്ലാസ്സിൽ രണ്ടാമത്തെ പെഗ് പകർന്നു വെച്ചു. മക്കളെ എന്ന അച്ഛന്റെ നീട്ടിവിളി അവൾക്ക് ഓർമ്മ വന്നു. മദ്യം കഴിച്ചു കഴിയുമ്പോൾ അച്ഛന് സ്നേഹം കൂടും. തനിക്കും ചേട്ടനും ഫിറ്റായ അച്ഛനെയായിരുന്നു കൂടുതൽ ഇഷ്ടം. അച്ഛൻ അപ്പോൾ പഴയ കഥകൾ പറയും. ബാല്യത്തിലെ ദുഃഖങ്ങൾ പോലും തമാശയായിട്ട് അവതരിപ്പിച്ചിട്ട് ഉറക്കച്ചിരിക്കും. വല്ലപ്പോഴും മാത്രമേ അച്ഛൻ അങ്ങനെ സ്വന്തം ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കൂ. ചിരിച്ച് ചിരിച്ച് ഒടുവിൽ അച്ഛൻ കരയും. അമ്മയും ഒപ്പം കരയും. പിന്നെ ഇരുവരും കെട്ടിപ്പിടിച്ചു കരയും. മക്കൾ അച്ഛനമ്മമാരെ നോക്കി കളിയാക്കി ചിരിക്കും. രേഖയുടെ മുഖത്ത് വിഷാദം കലർന്ന ചിരി പടർന്നു. അവൾ രണ്ടാമത്തെ പെഗ് മെല്ലെ കഴിച്ചു തീർത്തു. പ്രഭാത സവാരിക്ക് പോയ അച്ഛൻ കാറിടിച്ചു മരിച്ചു കിടന്നത് ഓർമ്മ വന്നപ്പോൾ അവൾക്ക് കരച്ചിലടക്കാനായില്ല. രേഖേ, അനിൽ താക്കീത് ചെയ്തു. എനിക്ക് കരയണം. അവൾ മതിയാവോളം ഏങ്ങി ഏങ്ങി ഉറക്ക കരഞ്ഞു. പിറ്റേന്ന് കനത്ത മുഖവും പതിവ് നിശബ്ദതയുമായിരുന്ന അനിലിനോട് രേഖ ചോദിച്ചു, ഞാൻ കരഞ്ഞതാണോ പ്രശ്നം? അനിൽ മറുപടി പറഞ്ഞില്ല. അവൾ പിന്നെയൊന്നും ചോദിച്ചില്ല. പിറ്റേ ആഴ്ച അനിൽ ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കാൻ തുടങ്ങിയപ്പോൾ ക്ഷണിക്കാതെ രേഖയും ഒപ്പം ചേർന്നു. അവൾ അന്ന് കരഞ്ഞില്ല. അച്ഛനെക്കുറിച്ചോർത്ത് ഒരുപാട് ചിരിച്ചു. രണ്ടാമത്തെ പെഗ് കഴിഞ്ഞപ്പോൾ അവൾ തന്റെ കുട്ടിക്കാലം പറയാൻ ആരംഭിച്ചു. എന്റെ ഒരു കസിനാണ് എന്റെ ശരീരത്തിൽ ആദ്യം മറ്റൊരർത്ഥത്തിൽ സ്പർശിച്ചത്. എനിക്കത് തിരിച്ചറിയാനുള്ള പ്രായമെന്നില്ലായിരുന്നു. പുരുഷന്മാരെ വെറുക്കാൻ തുടങ്ങിയത് ആ തെണ്ടിയിലൂടെയാണ്. ആൾത്തിരക്കിലും ബസ്സിലും വെച്ച് എത്രയോ നാറികൾ, സംസാരിക്കുമ്പോൾ മുലയിലും വയറിലും തുറിച്ചു നോക്കുന്ന ഞരമ്പന്മാർ, ഇത്രയും വൃത്തികെട്ട ഒരു വർഗം. അവൾ അമർഷം പൂണ്ടു. അയാൾ പ്രതികരിക്കാതെ എഴുന്നേറ്റു. മൈരന്മാർ, അവൾ മുറുമുറുത്തു. നീ മദ്യപിക്കുന്നത് എനിക്കിഷ്ടമല്ല, അനിൽ പറഞ്ഞു. വൈ? അവൾ ചോദിച്ചു. സ്ത്രീകൾ ഇങ്ങനെ ലക്കുകെട്ടിരിക്കുന്നതും നാവ് കുഴഞ്ഞ് സംസാരിക്കുന്നതും ചീത്ത പറയുന്നതും എനിക്കിഷ്ടമില്ല. പ്രായപൂർത്തിയായ ഒരു മോളുള്ള കാര്യം നീ ഓർക്കണം. മോള് രണ്ടാളിന്റെയും അല്ലേ? എന്റെ നാവും മാത്രമല്ല, തന്റെ നാവും കൊഴിയുന്നുണ്ടല്ലോ. എത്രയോ ദിവസം ഫുഡ് കഴിച്ചിട്ട്
കൈ പോലും കഴുകാതെ ഈ സോഫയിൽ ഫിറ്റായി കിടന്നുറങ്ങിയിട്ടുള്ള ആളാണോ ഈ പറയുന്നത്? പിന്നെ ചീത്ത, അനിലിനോളം ചീത്ത ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോ അത് വിട്. അനിൽ ഗ്ലാസ് നിലത്ത് വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു. അവൾ ഒന്നും സംഭവിക്കാത്തതുപോലെ നടന്നുപോയി മ്യൂസിക് പ്ലെയർ ഓൺ ചെയ്തു. ഒരു പാട്ട് തന്നെ ഒരുപാട് തവണ കേൾക്കുന്നതാണ് അവളുടെ ശീലം. വിവാഹം കഴിഞ്ഞ് അവർ തമ്മിൽ ആദ്യം വഴക്കുണ്ടാക്കിയിട്ടുള്ളത് അവളുടെ ആ ശീലം കാരണമാണ്. എന്റെ അനിലെ, ആദ്യത്തെ 2 വരി കഴിയുമ്പോൾ ഞാൻ ഓർമ്മകളിലേക്ക് പോകും. സത്യത്തിൽ ഞാൻ പാട്ടുകളല്ല, ഓർമ്മകളാ ആസ്വദിക്കുന്നത്. ബാല്യം, കൗമാരം, പ്രണയകാലം. മിനിമം 10 തവണയെങ്കിലും കേട്ടാലേ എനിക്കൊരു പാട്ടിന്റെ ലെൻസ് ആസ്വദിക്കാൻ പറ്റൂ. നീ മുടിഞ്ഞ ദുഃഖഗാനമെങ്കിലും ഒന്ന് മാറ്റിപ്പിടിക്കേ. ഇനി പണ്ടാരമടങ്ങാൻ അത് കേട്ടേ തീരുവെങ്കിൽ റിപ്പീറ്റ് അടിക്കാതെയെങ്കിലും ഇരിക്കേ. ഞാൻ ഏത് പാട്ട് കേൾക്കണമെന്നും എത്ര തവണ കേൾക്കണമെന്നും തീരുമാനിക്കേണ്ടത് അനിലാണോ? അവളുടെ ശബ്ദമുയർന്നു, അവന്റെയും. ഞാൻ വീക്കെൻഡിൽ 2-3 പെഗ് കഴിച്ചിട്ട് ഉറക്ക ചിരിക്കുന്നതോ കരയുന്നതോ അല്ല അനിലിന്റെ റിയൽ ഇഷ്യൂ. അതൊരു ജെൻഡർ ഇഷ്യൂ ആണ്. അനിലിന്റെ എല്ലാ ഇഷ്യൂസും ജെൻഡർ ബേസ്ഡ് ആണ്. മ്യൂച്വൽ പെറ്റീഷൻ കൊടുത്ത ശേഷം ഫാമിലി കോർട്ടിൽ രേഖ പറഞ്ഞു. മദ്യപിച്ചിട്ട് അനിൽ ഒരിക്കൽ അച്ഛനെക്കുറിച്ച് പറഞ്ഞത് രേഖ കോടതിയിൽ അതേപടി നിരത്തി. എന്റെ അച്ഛനെക്കുറിച്ച് തന്റെ അഭിപ്രായം എന്താണ്? അനിൽ ചൂണ്ടയെറിഞ്ഞു. മോസ്റ്റ് ലിവിംഗ് ജെന്റിൽമാൻ, രേഖ പറഞ്ഞു. അയാൾ അത് ആസ്വദിച്ച് ചിരിച്ചു. അതൊക്കെ ശരിയാ, പക്ഷേ അച്ഛൻ ചെറുപ്പത്തിൽ ഒരു പുലിയായിരുന്നു. സ്ത്രീ വിഷയത്തിൽ ജഗജില്ലി. 3-4 കാമുകിമാരുണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷമോ? അതിനു മുമ്പ് സ്വാഭാവികമായും അതിലും കൂടുതൽ കാണുമല്ലോ. അയാളുടെ കണ്ണുകളിൽ അന്നേരം അച്ഛനോടുള്ള ആരാധന മുറ്റി നിന്നു. അച്ഛന്റെ തലമുറയാ ശരിക്കും ലൈഫ് എൻജോയ് ചെയ്തത്. അയാൾ അച്ഛനോടുള്ള അസൂയയോടെ പറയുകയും ഊറിച്ചിരിക്കുകയും ചെയ്തു. അനിലിന്റെ അമ്മ ഇപ്പോഴും ഭയങ്കര സുന്ദരിയല്ലേ? അമ്മയ്ക്കും കാമുകന്മാരും ചുറ്റിക്കളിയുമൊക്കെ കാണുമല്ലോ. അനിൽ ചാടി എഴുന്നേൽക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. എന്റെ കുടുംബത്തിലെ സ്ത്രീകളൊന്നും തോന്യാസം കാട്ടി ജീവിക്കുന്നവരല്ല. അയാൾ ഫ്ലവർ വേസ് എടുത്ത് നിലത്തെറിഞ്ഞു. ഒത്തുപോകാനാകാത്തത് എന്തുകൊണ്ടാണെന്ന് അധികം വിശദീകരിക്കാതെ തന്നെ അവരിരുവർക്കും കോടതിയെ ബോധ്യപ്പെടുത്താനായി. ഫോൺ ബെല്ലടിച്ചു. നാളെ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. ചേച്ചി ഇന്നും പുറത്തിരിക്കേണ്ടി വരും. പേഷ്യന്റ് ഇല്ലാതെ റൂം അലോട്ട് ചെയ്യില്ല. ഞങ്ങളൊരൽപ്പം നേരത്തെ ഇറങ്ങും. അളിയന് രാത്രി യാത്ര ബുദ്ധിമുട്ടാ, അനുജൻ പറഞ്ഞു. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. താൻ അവരോട് വിവരങ്ങളൊന്നും പറഞ്ഞില്ലേ? വൈകുന്നേരം ICUവിൽ കാണാൻ ചെന്നപ്പോൾ അനിൽ രേഖയോട് ചോദിച്ചു. ആശാന്റെ കാൽ തല്ലിയൊടിച്ചെന്ന് പറയണമായിരുന്നോ? അവൾ ചിരിച്ചു. അയാൾ ഗൗരവത്തിലായി. തിരികെ പോകാനുള്ള തിടുക്കത്തോടെയാ അവർ വന്നത്. ഞാൻ തിരിച്ചെത്തും മുമ്പ് സ്ഥലം കാലിയാക്കുകയും ചെയ്തു. അവർ പറഞ്ഞപ്പോഴാ രാത്രി മുഴുവൻ താൻ പുറത്തിരിക്കുകയാണെന്നറിഞ്ഞത്. അവൾ മറുപടി പറഞ്ഞില്ല. അനിൽ അവളെ നോക്കി ചിരിച്ചു. പ്രണയിച്ചിരുന്ന കാലത്തെ മധുരമുള്ള ചിരി വർഷങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും മിന്നൽ പോലെ കണ്ടു. ഇവിടെ ചില പേപ്പേഴ്സിലൊക്കെ ഒപ്പിട്ടു കൊടുത്തപ്പോൾ റിലേഷൻ കോളത്തിൽ എക്സ് വൈഫ് എന്ന് എഴുതാൻ തുടങ്ങിയതാ. അവൾ തമാശയായി പറഞ്ഞു. എന്താണ് എഴുതിയതെന്നറിയാൻ അയാൾക്ക് ആഗ്രഹമുണ്ടായെങ്കിലും ചോദിച്ചില്ല. അവൾ തന്റെ നെറ്റിയിൽ തഴുകിയിരുന്നെങ്കിലെന്ന് അയാൾ ആഗ്രഹിച്ചു. പ്ലാസ്റ്ററിട്ട് ഉയർത്തിവെച്ചിരിക്കുന്ന കാൽ തുടിച്ചു. ICUവിന്റെ മുൻപിൽ രാത്രി ഒരു സ്ത്രീ ഒറ്റയ്ക്കിരിക്കുന്ന സീൻ ബഹുരസമാ. എന്ത് സഹായവും ചെയ്തു തരാൻ കുറെ ഊളകൾ ചുറ്റിലും കൂടും. പിന്നെ കുറെ വളപ്പുവീരന്മാർ കളിക്കാൻ കിട്ടിയാലൊന്ന് തുപ്പലൊലിപ്പിച്ച് ഉറക്കമൊഴിയും. ഒരു സെക്കൻഡ് നമ്മളൊന്ന് ലാഞ്ചിയാൽ മതി, അവന്മാർ സിപ്പഴിക്കും. അവൾ പരിഹാസത്തോടെ പറഞ്ഞു. അയാൾ അസ്വസ്ഥനായി. ഇന്ന് ഞാൻ പുറത്തുണ്ടാകും, ലാഞ്ചാതിരുന്നാൽ കൊള്ളാം. അവളുടെ ചിരി അല്പം ഉറക്കിയായപ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിച്ചു. താനല്ല ചിരിച്ചതെന്ന ഭാവത്തിൽ അവൾ ചിരി അടക്കി നിന്നു. നിരയായിട്ട കിടക്കകളിൽ 7-8 പേർ കിടക്കുന്നു. പലരും മരണാസന്നരാണെന്ന് കണ്ടാലറിയാം. ഒരു ബെഡിനപ്പുറം വലിയ ശബ്ദത്തിൽ ശ്വാസമെടുത്ത് ബോധമില്ലാതെ കിടക്കുന്ന അപ്പാപ്പൻ തലേന്ന് പരിചയപ്പെട്ട വായിൽ നോക്കിയുടെ കിഡ്നി 2 പോയ അച്ഛനായിരിക്കുമെന്ന്
അവൾ ഊഹിച്ചു. അയാളെ പോയി തട്ടി വിളിച്ച് ഹേ പ്രഭു യേ ക്യാ ഹുവാ എന്ന് ചെവിയിൽ ട്രോളിയാലോ എന്ന് ചിന്തിച്ചപ്പോൾ അവൾക്ക് ചിരി നിയന്ത്രിക്കാനായില്ല. അവൾ ചിരിക്കുന്നത് കണ്ട് അനിലും ചിരിച്ചു. ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന ചെറുപ്പക്കാരിയായ നഴ്സും അവരുടെ ചിരി കണ്ട് ഊറിച്ചിരിച്ചു. പെയിനൊന്നുമില്ലല്ലോ? ചിരിയോട് നഴ്സ് ചോദിച്ചു. പൂക്കുറ്റി ചിതറും പോലെ രേഖ പൊട്ടിച്ചിരിച്ചുപോയി. അനിലും നഴ്സും ആ വലിയ ചിരിയിൽ പങ്കുചേർന്നു. മറ്റു നഴ്സുമാരും അങ്ങോട്ട് നോക്കി കാര്യമറിയാതെയാണെങ്കിലും ചിരിച്ചു. ചുറ്റിലും കിടന്ന ബോധമുള്ളവരെല്ലാം ചിരിയിൽ പങ്കുചേർന്നു. ആ ICUവിൽ അങ്ങനെയൊരു കൂട്ടച്ചിരി അതിനു മുമ്പോ ശേഷമോ ഉണ്ടാകാനിടയില്ലെന്ന് രേഖയ്ക്ക് തോന്നി. ഉറക്ക ശ്വാസമെടുത്ത് കിടന്ന അപ്പാപ്പന്റെ ശ്വാസം പെട്ടെന്ന് നിലച്ചു. അയാളുടെ കിടക്കയുടെ തലയ്ക്കൽ നിന്ന് നിലവിളി പോലെ ബീപ് ശബ്ദമുയർന്നു. സിസ്റ്റർമാർ അങ്ങോട്ടോടി. ചിരികളെല്ലാം ഒറ്റയടിക്ക് അസ്തമിച്ചു. അല്പം കഴിഞ്ഞ് ഉദാസീനതയോടെ ഒരു ഡോക്ടർ വന്നു. അപ്പാപ്പന്റെ ബെഡിനു ചുറ്റും പച്ച സ്ക്രീൻ കൊണ്ട് മറച്ചു. അനിലിന്റെ കണ്ണുകളിൽ അസ്വസ്ഥത നേളിച്ചു. ഒരു ബെഡിനപ്പുറം വന്ന മരണത്തെ കണ്ടതിന്റെ ഭയമാണതെന്ന് രേഖയ്ക്ക് മനസ്സിലായി. അയാൾ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്തു പറ്റി രമണ? അവൾ അയാളുടെ കൈ നിഷ്കരുണം വിടുവിച്ചു. റൂമിലേക്ക് എന്നെ എപ്പോൾ മാറ്റുമെന്ന് ചോദിച്ചോ? അയാൾ അക്ഷമനായി. ദാ അവിടെ ഒരാളിനെ ഈ ലോകത്തു നിന്ന് തന്നെ മാറ്റുന്നതിന്റെ തിരക്കിലാ അവർ. അവൾ ചിരിച്ചു. മാഡം, ടൈം കഴിഞ്ഞു, പുറത്തു പോകൂ, ധൃതിയിൽ വന്ന സിസ്റ്റർ പറഞ്ഞു. അവൾ വേഗം പുറത്തേക്ക് നടന്നു. അയാൾ അവളെ നോക്കിക്കിടന്നു. വാതിലിനു പുറത്തേക്കിറങ്ങും മുമ്പ് അവൾ തിരിഞ്ഞു നോക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചെങ്കിലും അങ്ങനെ സംഭവിച്ചില്ല. പ്രണയകാലം അയാളുടെ തലച്ചോറിലേക്ക് ഒഴുകി വന്നു. കാമുകനിൽ നിന്ന് ഭർത്താവിലേക്കുള്ള യാത്രയിൽ നഷ്ടമായതിനെക്കുറിച്ച് ആദ്യമായി ഓർത്തു. അതുവരെ തോന്നാത്ത നഷ്ടബോധം അയാളെ വിഴുങ്ങി. അവൾ പോയി കഴിഞ്ഞ നിമിഷം മുതലാണ് അയാളുടെ ചിന്ത കീഴ്മേൽ മറിഞ്ഞത്. മഞ്ഞു പെയ്യുന്ന ഹൈറേഞ്ചിലൂടെ അവളെയും ചേർത്തിരുത്തിയുള്ള യാത്രയെക്കുറിച്ച് അയാൾ സ്വപ്നം കണ്ടു. വിവാഹബന്ധം വേർപെടുത്തി 2-ാം ദിവസം അത് വേണ്ടായിരുന്നെന്ന് ചിന്തിക്കുന്നയാൾ ഒരുപക്ഷെ ഭൂമിയിൽ താൻ മാത്രമായിരിക്കും. വിവാഹം കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ 2 വീട്ടുകാരെയും പിണക്കിയിട്ട് എന്തിനായിരുന്നു ഈ സാഹസമെന്ന് അയാൾ സ്വയം ചോദിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സൊരു യാത്രയ്ക്കൊരുങ്ങുന്നു. അയാളുടെ മനസ്സിൽ പടപട ശബ്ദത്തോടെ ഒരു ബുള്ളറ്റ് ബൈക്ക് സ്റ്റാർട്ടായി. മഞ്ഞു പെയ്യുന്ന പാത തെളിഞ്ഞു വന്നു. ഇരുവശവും മഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളുള്ള പാതയുടെ ചിത്രത്തിൽ കുറേ വർഷമായി വിവാഹവാർഷികത്തിന് രേഖ ആശംസ വാട്സപ്പ് ചെയ്യുന്നതോർത്തു. ICUവിലെ തണുപ്പിൽ നിന്ന് അയാളുടെ മനസ്സ് മലമുകളിലേക്ക് യാത്ര ആരംഭിച്ചു. എക്സ്ക്യൂസ് മീ. ICUവിന്റെ ചുവരോട് ചേർന്ന വശത്തെ കസേരയിലിരുന്ന രേഖ തല ഉയർത്തി നോക്കി. തലേന്ന് രാത്രി പരിചയപ്പെട്ടയാൾ നീല ഫുൾ സ്ലീവ് ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് കറുത്ത പാൻസും ധരിച്ച് ക്ലീൻ ഷേവിൽ സുന്ദര കുട്ടപ്പനായി നിൽക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ദിലീഷ് പോത്തന്റെ ലുക്ക്. അച്ഛൻ പോയി. അയാൾ ദുഃഖം നടിച്ച് നാടകീയമായി പറഞ്ഞു. കണ്ടോളൻസ്. ബുദ്ധിമുട്ടാകില്ലെങ്കിൽ മൊബൈൽ നമ്പർ തരുമോ? അയാൾ ശബ്ദം താഴ്ത്തി കെഞ്ചി. അവളുടെ നാവിൽ ഒരു മുഴുത്ത തെറി വിളഞ്ഞു. ICUവിന്റെ വാതിൽ തുറന്ന് സ്ട്രെച്ചറിൽ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നു. നടുവളഞ്ഞു നിന്ന അയാളെ നോക്കി അവൾ വാതിൽക്കിലേക്ക് മുഖം നീട്ടി. അയാൾ തിരിഞ്ഞു. അച്ഛൻ. അയാൾ നിരാശയോടെ സ്ട്രെച്ചറിനടുത്തേക്ക് നടന്നു. മറ്റു ചിലർ കൂടി അതിനോടൊപ്പം ചേർന്നു. അല്പം മുന്നോട്ട് നടന്നിട്ട് അയാൾ വേഗം പിന്തിരിഞ്ഞു വന്ന് വിനയപൂർവം ഒരു പേപ്പർ തുണ്ട് അവൾക്ക് നൽകിയിട്ട് മൃതദേഹത്തിനൊപ്പം വേഗത്തിൽ നീണ്ട ഇടനാഴിയിലൂടെ നടന്നു. അവൾ ആ കാഴ്ച നോക്കിയിരുന്നു. ഏറ്റവും പിന്നിൽ സ്ട്രെച്ചറും തള്ളി നടന്ന അയാൾ 2-3 തവണ അവളെ തിരിഞ്ഞു നോക്കി. അവൾ പേപ്പർ ചുരുൾ നിവർത്തി. അയാളുടെ പേരും മൊബൈൽ നമ്പറും വടിവൊത്ത നീല മഷിയിൽ എഴുതിയിട്ടുണ്ട്. ലിഫ്റ്റിൽ മൃതദേഹത്തിന്റെ 3/4 പങ്കും കയറ്റിക്കഴിഞ്ഞപ്പോൾ അയാൾ അവളെ നോക്കി ഇടതുകൈ ചെവിയോട് ചേർത്ത് വിളിക്കണമേ എന്ന ആംഗ്യത്തിലൂടെ കെഞ്ചി. അവൾക്ക് ചിരി അടക്കാനായില്ല. അയാൾ നിറഞ്ഞ സന്തോഷത്തോടെ അവളെ നോക്കി ചിരിച്ചു.
അസമയത്ത് അച്ഛൻ മരിച്ചതിന്റെ നിരാശയോടെ അയാൾ തള്ളവിരൽ ഉയർത്തിക്കാട്ടിയിട്ട് ലിഫ്റ്റിലേക്ക് മറഞ്ഞു. അന്ന് രാത്രിയും ICUവിന്റെ മുന്നിലിരുന്നാൽ മകൾ പറഞ്ഞതുപോലെ മെലോഡ്രാമയാകും. ഒരു സെക്കൻഡിനകം അമ്മു പരിഹാരവും നിർദ്ദേശിച്ചു. തലേന്നത്തെ ഉറക്കക്ഷീണം രേഖയെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാത്രി റോണി ഫോണിൽ വിളിച്ച് വിശദമായി കാര്യങ്ങൾ അന്വേഷിച്ചു. തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അയാളും ഇപ്പോൾ അറിഞ്ഞു കാണുമെന്ന് സംഭാഷണം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. എന്താവശ്യത്തിനും വിളിക്കണമെന്ന് അന്ന് വിളിച്ച അനിലിന്റെ മറ്റു ചില സുഹൃത്തുക്കളെ പോലെ അയാളും പലതവണ പറഞ്ഞു. എന്താവശ്യം? ഒടുവിൽ അവൾ ചോദിച്ചു. അറിയാലോ, എന്തും. ഒന്ന് മൂളിയാൽ മതി. അയാൾ ശബ്ദം താഴ്ത്തി അടക്കിയ ചിരിയോടെ ചൂണ്ടയിൽ ഇര കൊളുത്തിട്ടു. ആവശ്യം വന്നാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. പിന്നെ അനിലിന്റെ കാര്യം അറിയാൻ ഇനി അനിലിനെ വിളിച്ചാൽ മതി. മനസ്സിലായോ സാറേ? അവൾ ശബ്ദം കടുപ്പിച്ചു. ഓക്കെ. അയാൾ പത്തി മടക്കി ഫോൺ കട്ട് ചെയ്തു. മനസ്സിൽ ചീത്ത പറഞ്ഞുകൊണ്ട് അവൾ മൊബൈൽ ഫോൺ ഓഫാക്കി വെച്ച് നീണ്ടു നിവർന്നു കിടന്നു. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ അനിലിനെ റൂമിലേക്ക് മാറ്റി. കടുത്ത ദുഃഖവും അസ്വസ്ഥതയുമായി അനിൽ നിശബ്ദനായി കിടന്നു. ഈ ക്യാ ഹുവാ ജനറൽ മാനേജറെ? എതിർവശത്തെ ബെഡിലിരുന്ന രേഖ കാര്യം അന്വേഷിച്ചു. താൻ ഇവിടെ വന്നിരുന്നേ? അനിൽ ബെഡിൽ കൈ തട്ടി വിങ്ങലോട് ക്ഷണിച്ചു. രേഖ ചിരിച്ചു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി നാളെ വെളുപ്പിനൊരു യാത്ര പോവുകയാ. ഡ്രസ്സൊക്കെ എടുത്തു വെക്കാനുണ്ട്. എല്ലാം വാരി വലിച്ച് അവിടെയും ഇവിടെയും ഇട്ടേക്കുവാ. ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് അതാ. തോന്നും പോലെ ജീവിക്കാം. വാരി വലിച്ചിട്ട് ഫ്ലാറ്റ് അലമ്പാക്കാം. വല്ലപ്പോഴും അടുക്കി വൃത്തിയാക്കാം. മൊത്തം ഒരു അരാജക സെറ്റപ്പ്. ഇടയ്ക്ക് അങ്ങനെയും ജീവിക്കണമല്ലോ, അല്ലേ? അവൾ പറഞ്ഞു. വാർഡ്രോബ് തുറക്കുമ്പോൾ ഭാര്യയുടെ സാരികൾ നിലത്തു വീഴുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അപരാധമെന്ന മട്ടിൽ ബഹളമുണ്ടാക്കുന്ന അനിലിന്റെ മുഖം വിവരണമാകുന്നത് അവൾ കണ്ടു. സാറിനിപ്പോ വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് കാലും പൊക്കി വെച്ചിങ്ങനെ കാറ്റും കൊണ്ട് കിടക്കുമ്പോൾ കൊച്ചു വർത്തമാനവും തമാശയും ഫ്ലാഷ് ബാക്കും ഒക്കെ പറയാൻ തോന്നും. അയാൾ മറുപടി പറഞ്ഞില്ലെങ്കിലും ഒരുപാട് പറയാൻ മനസ്സ് വെമ്പി. പുറത്താരോ വാതിലിൽ മുട്ടി. അവൾ വാച്ചിൽ നോക്കിയിട്ട് വാതിൽ തുറന്നു. ഒരു മധ്യവയസ്കൻ തോളത്തൊരു ബാഗും തൂക്കി നിൽക്കുന്നു. വരൂ. അയാളെ അവൾ അകത്തേക്ക് ക്ഷണിച്ചു. അനിൽ, ഒരു ചെറിയ സർപ്രൈസ്, രേഖ പറഞ്ഞു. അനിൽ താല്പര്യമില്ലാതെ നോക്കി. പരിചയപ്പെടലൊക്കെ നിങ്ങൾ തമ്മിലായിക്കോ. മാഷേ, ഇരിക്കെ. അയാൾ മുറി ആകെയൊന്ന് നോക്കിയിട്ട് ഒഴിഞ്ഞുകിടന്ന കട്ടിലിൽ ബാഗ് വെച്ചിട്ടിരുന്നു. മാഷ് 3 ദിവസം ഇവിടെ കാണും. അത് കഴിഞ്ഞ് അനിൽ പറഞ്ഞാൽ തുടരും. വേറെ ആളെ വേണമെങ്കിൽ ഇവരുടെ ഏജൻസിയിൽ ഇൻഫോം ചെയ്താൽ മതി. കിടപ്പ് രോഗിയെന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യം പാട്ടുപാടുന്ന ഒരാളെ വിടട്ടെ മാഡം എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അതാ ഈ മാഷിനെ വിട്ടത്. പാട്ടും തമാശയുമൊക്കെയായി നിങ്ങൾ പൊളിക്ക്. ഇടയ്ക്ക് വിളിക്കാം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ? രേഖ ചോദിച്ചു. അനിൽ ശരിക്കും ഞെട്ടി. ദേ കുട്ടിമാമ, ശരിക്കും ഞെട്ടി മാമ. അവൾ ഉറക്കച്ചിരിച്ചു. അനിൽ നിശബ്ദനും നിസ്സഹായനുമായി. ശരി മാഷേ, രേഖ പറഞ്ഞു. ശരി മാഡം. അയാൾ ബെഡിൽ നിന്നൊന്ന് എഴുന്നേറ്റിരുന്നു. അവൾ പുറത്തേക്കിറങ്ങി. നീണ്ട ഇടനാഴിയിലൂടെ നടന്നു. പുലർച്ചെ ആരംഭിച്ച അവരുടെ യാത്ര ഉച്ച കഴിഞ്ഞപ്പോൾ ഹൈറേഞ്ച് കയറാൻ തുടങ്ങി. പഴയ പാട്ടുകൾ ആവർത്തിച്ചു കേട്ടുകൊണ്ട് രേഖ കാർ ഓടിച്ചു. നിനക്ക് ബോറടിക്കുന്നോ? രേഖ സുഹൃത്തിനോട് ചോദിച്ചു. ഏയ്, ഞാൻ ഓരോന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെയൊരു യാത്ര ഞാനും എത്രയോ കാലമായി ആഗ്രഹിക്കുന്നു, സുഹൃത്തു പറഞ്ഞു. സൂര്യപ്രകാശത്തിനിടയിലൂടെ മഞ്ഞ് ചായാൻ തുടങ്ങി. ഒന്നിനു പിറകെ ഒന്നായി അവർ ഹെയർ പിൻ കർവുകൾ കയറി. ഒരു വളവ് തിരിഞ്ഞതും വാഹനമൊതുക്കി ആൾക്കാർ നിൽക്കുന്ന ഒരിടത്തേക്ക് അവർ കാർ നിർത്തി. അകലെ സൂര്യശോഭയിൽ ഒരു ചുവന്ന മല ഉയർന്നു നിൽക്കുന്നു. രേഖ വിസ്മയത്തോടെ ആ കാഴ്ച നോക്കി സ്വയം മറന്നു നിന്നു. അവൾ മൊബൈലിൽ തുരുതുരെ ആ ചുവന്ന മലയുടെ ചിത്രമെടുത്തു. മലയുടെ ഫോട്ടോ എടുക്കുന്ന അവളുടെ കുറേ മനോഹര ചിത്രങ്ങൾ സുഹൃത്തു പകർത്തി. അതിലൊരെണ്ണം അവൾ രാത്രി വൈകി അനിലിന് സെൻഡ് ചെയ്തു. അടുത്ത നിമിഷം അനിലിന്റെ വോയിസ് ക്ലിപ്പ് വന്നു. താൻ എവിടെയാ? കുമ്പളങ്ങി നൈറ്റ്സിൽ
ഫഹദ് ഫാസിൽ തല ചരിച്ച് ചിരിച്ചു നിൽക്കുന്ന ഒരു സ്റ്റിക്കർ അവൾ മറുപടിയായി അയച്ചു. ആരാ തൻ്റെ ഫ്രണ്ട്? അടുത്ത വോയിസ് ക്ലിപ്പ് പറന്നു വന്നു. ദശമൂലം ദാമുവിൻ്റെ ഒരു സ്റ്റിക്കർ അവൾ മറുപടിയായി മിന്നിച്ചു. ആണോ പെണ്ണോ എന്നെങ്കിലും പറ. അനിലിൻ്റെ അടുത്ത വോയിസ് ക്ലിപ്പിൽ അക്ഷമ വർദ്ധിച്ചു. അതായത് രമണ, ഹേ പ്രഭു, ഹേ ഹരിരാം കൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദ്, ഈ ക്യാ ഹുവാ? അവൾ അയാൾക്ക് പൊട്ടിച്ചിരിച്ചുകൊണ്ട് വോയിസ് മെസ്സേജ് അയച്ചു. നേരത്തെ ടൈപ്പ് ചെയ്തു വച്ചിരുന്ന ഒരു മെസ്സേജ് കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ട് അവൾ ഫോൺ ഓഫ് ചെയ്തു.